കേരള സർക്കാർ നടപ്പിലാക്കുന്ന ഡിജിറ്റൽ സർവേ പ്രവർത്തനങ്ങൾ കാസർഗോഡ് ജില്ലയിൽ പുരോഗമിക്കുന്നു. ഇതിന്റെ ഭാഗമായുള്ള രണ്ടാം ഘട്ടത്തിലെ അവസാന സർവേ നടപടികൾ മടിക്കൈ വില്ലേജിൽ ആരംഭിച്ചു. This news sponsored by ജ്യോതി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി, നിത്യാനന്ദ ബിൽഡിംഗ്, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന ലക്ഷ്യത്തോടെയാണ് കേരള സർക്കാർ ഡിജിറ്റൽ സർവേ നടപ്പിലാക്കുന്നത്. ഇതിന്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങളെല്ലാം കാസർഗോഡ് ജില്ലയിൽ പുരോഗമിക്കുകയാണ്. ആദ്യഘട്ടത്തിലെ 18 വില്ലേജുകളിലും സർവേ പൂർത്തിയാക്കി നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു. ഇതെല്ലാം റവന്യൂ ഭരണത്തിന് കൈമാറാനുള്ള ഒരുക്കത്തിലാണ്. രണ്ടാം ഘട്ടമായി 14 വില്ലേജുകളിലാണ് സർവേ നടത്തുന്നത്. ഇതിൽ 13 വില്ലേജുകളിലെ സർവേ നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു. ഇതിലെ 14ാമത്തെ വില്ലേജായ മടിക്കൈ വില്ലേജിലാണ് വ്യാഴാഴ്ച രാവിലെ സർവേ ആരംഭിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് എസ് പ്രീത സർവേ ഉദ്ഘാടനം ചെയ്തു. എല്ലാവർക്കും ഭൂമി, എല്ലാവർക്കും ഭൂമിക്ക് രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് സർക്കാരിന്റെ ഒരു പദ്ധതി ഏറ്റെടുത്തത്. അതിന്റെ ഭാഗമായി തന്നെ നമ്മുടെ നാട്ടുകാരുടെ നല്ലൊരു പിന്തുണ വേണം. ജനങ്ങളുടെ ഇപ്പോൾ ഓരോ സ്ഥലത്തും ഇവര് സർവേ എടുക്കാൻ വരുന്ന സമയത്ത് അതിന്റെ കൃത്യമായി തന്നെ രേഖകളൊക്കെ നമ്മൾ കയ്യിൽ കൊടുക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ റവന്യൂ ഭൂമി കൂടുതലുള്ളതുകൊണ്ട് കയ്യേറ്റം നടക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ നാട്ടിനകത്ത് കയ്യേറ്റം നടക്കുന്നുണ്ട്, അതുപോലെ പുഴ കയ്യേറ്റം നടക്കുന്നുണ്ട്. ഇതൊക്കെ ഇതിനൊരു സമ്പൂർണ്ണമായിട്ടൊരു പരിഹാരം ഉണ്ടാകുമെന്ന രീതിയിൽ പ്രതീക്ഷയുണ്ട്. ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് വി പ്രകാശൻ അധ്യക്ഷനായി. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ വി ശ്രീലത, സർവേ ഡെപ്യൂട്ടി ഡയറക്ടർ കെ ആർ രാജീവ്, അസിസ്റ്റന്റ് ഡയറക്ടർ ആസിഫ് അലിയാർ, പഞ്ചായത്ത് അംഗങ്ങളായ രമാ പത്മനാഭൻ, ടി രതീഷ്, ശൈലജ, എൻ ഖാദർ, ലീല, രാധ, രജിത, സുഹ്ര എന്നിവർ സംസാരിച്ചു. കെ പി ഗംഗാധരൻ സ്വാഗതവും നരേഷ് കുന്നിയൂർ നന്ദിയും പറഞ്ഞു. ഡിജിറ്റൽ സർവേ പൂർത്തിയാക്കിയ സർവേ അതിരടയാള നിയമപ്രകാരമുള്ള പട്ടിക പ്രസിദ്ധീകരിച്ച് ഭൂവുടമസ്ഥർ പരിശോധിച്ച് വ്യക്തത വരുത്തി പൂർണ്ണമായും കുറ്റമറ്റ രീതിയിലായിരിക്കും റെക്കോർഡുകൾ റവന്യൂ ഭരണത്തിന് കൈമാറുക. കൈമാറ്റത്തിന് ശേഷം ഭൂമി സംബന്ധമായ എല്ലാ സേവനങ്ങളും, ക്രയവിക്രയങ്ങളും, വായ്പയും ഉൾപ്പെടെയുള്ള പ്രധാന സേവനങ്ങളെല്ലാം തുടർന്ന് ഓൺലൈൻ വഴി മാത്രമേ ലഭ്യമാവുകയുള്ളൂ. ഡിജിറ്റൽ സർവേ ചെയ്ത ഭൂമിയുടെ വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് എന്റെ ഭൂമി പോർട്ടലിൽ സിറ്റിസൺ ലോഗിൻ ചെയ്ത് പരിശോധിക്കാനും കഴിയും. കൂടാതെ ബന്ധപ്പെട്ട ക്യാമ്പ് ഓഫീസിൽ സന്ദർശിച്ചോ ചാർജ് വഹിക്കുന്ന ഉദ്യോഗസ്ഥരെ ബന്ധപ്പെട്ടോ പരാതികൾ പരിഹരിക്കാവുന്നതാണ്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.